ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം അല്ലേ? റെഡി അല്ലേ എല്ലാവരും? അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ചിത്രങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞാൽ 8 മാർക്ക് കിട്ടും. നമുക്ക് നോക്കാം. വലേൻ്റെ ഉള്ളിലൊരു മീനുണ്ട് അല്ലേ? നമ്മളിത് എന്താ പഠിച്ചിട്ടുള്ളത്? വല, മാമ്പഴം, പശു, താമര. അപ്പം നിങ്ങൾ ബുക്കിലുള്ള എല്ലാ ചിത്രങ്ങളുടെ പേര് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രങ്ങളുടെ പേര് തുടങ്ങുന്ന അക്ഷരം വൃത്തത്തിലാക്കുക. നമ്മൾ ഇന്നലെ ഇംഗ്ലീഷിൽ സർക്കിൾ ചെയ്യാൻ പറഞ്ഞില്ല, അതേപോലെ. മാമ്പഴത്തിൽ ഫസ്റ്റ് തുടങ്ങുന്ന അക്ഷരം ഏതാണ്? മ. ഇതിൽ മ ഉണ്ട്, രണ്ട്, വ ഉണ്ട്. അപ്പം നമ്മൾ ഏതിനാ വൃത്തം വരയ്ക്കുക? മ. ഓക്കെ, നെക്സ്റ്റ്. ഇതേതാണ് ചിത്രം? തറ. തറയിൽ ഏതാ തുടങ്ങുന്ന അക്ഷരം? ത. നെക്സ്റ്റ്, ഇതേതാ ചിത്രം? ചിത്രം നോക്കിക്കേ. രഥം. അപ്പം നമ്മൾ രാക്ക് വൃത്തം വരയ്ക്കുക. നദി അല്ലേ ഇത്? നദി. നാക്ക് വൃത്തം വരയ്ക്കുക. അപ്പം നമുക്ക് ഇതും കൂടെ ചെയ്താൽ ഇപ്പം തന്നെ എത്ര മാർക്ക് കിട്ടി? 16 മാർക്ക് കിട്ടി അല്ലേ? നെക്സ്റ്റ് മാച്ചിങ് ആണ് അല്ലേ? ചുവടെ ചേർത്തിരിക്കുന്ന അക്ഷരങ്ങൾ ചിത്രങ്ങളുമായി യോജിപ്പിക്കുക. ഓക്കെ, മാ വെച്ചിട്ട് മാമ്പഴം, പാ വെച്ചിട്ട് പശു, താ വെച്ചിട്ട് ഏതാണ്? താമര. ഓക്കെ, നാ വെച്ചിട്ട് നദി. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പം ഇതേ മോഡലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. പിക്ചറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്. ചുവടെ കൊടുത്തിരിക്കുന്ന അക്ഷരക്കൂട്ടത്തിൽ നിന്നും റ, ന എന്നിവ കണ്ടെത്തുക. ഇത് നമ്മളുടെ പുസ്തകത്തിലുണ്ട് അല്ലേ? മലയാളത്തിൽ ലാസ്റ്റ് ഭാഗത്തുണ്ട്. അപ്പോൾ റായും നായും കണ്ടെത്തിയിട്ട് വട്ടം വരച്ചു കൊടുക്കുക, വൃത്തം വരച്ച് കൊടുക്കുക. ഇതിന് എത്രയാണ് സ്കോർ? 8 അല്ലേ? നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ വായിക്കുക. അപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ നന്നായിട്ട് പഠിക്കണം, എഴുതാനും വായിക്കാനും പഠിക്കണം. ഏതൊക്കെയാണ് ഇവിടെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുള്ളത്? പ, ന, ത, റ, മ, ല. 10 മാർക്കാണ് ഇതിന്. ഓക്കെ, എല്ലാവരും അക്ഷരങ്ങൾ വായിക്കാൻ പഠിക്കണം കേട്ടോ. പിന്നെ നമുക്ക് 3 ക്വസ്റ്റ്യനുകളാണ് തന്നിട്ടുള്ളത്. നമുക്ക് കുറേ കുഞ്ഞുണ്ണി മാഷ പാട്ടുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? കുഞ്ഞുണ്ണി കവിതകൾ എന്ന് പറഞ്ഞിട്ട് കാക്കേൻ്റെയും പൂച്ചൻ്റെയും മിഠായി പാട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പൂമ്പാറ്റേൻ്റെ പാട്ട്, കൈകൊട്ടുണ്ണിയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിന്ന് 2 ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കലില്ലേ നിങ്ങളോട് ക്ലാസ്സിൽ നിന്ന് അല്ലേ? കാക്ക എവിടെയാണ് ഇരുന്നതൊക്കെ ചോദിക്കലില്ലേ? അതുപോലത്തെ 2 ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കാം അല്ലേ? ഏഴഴകുള്ളത് എന്തിനാണ്? നമ്മളൊരു പാട്ട് ഇങ്ങനെ പാടലുണ്ടല്ലോ, ഏഴഴകുള്ളൊരു പൂമ്പാറ്റയെ, അങ്ങനെ പാടലില്ലേ? അപ്പോൾ ഏഴഴകുള്ളത് എന്തിനാണ്? പൂമ്പാറ്റക്ക്. എന്തിനാണ്? പൂമ്പാറ്റ. കുഞ്ഞുണ്ണി കവിതയിൽ കാക്ക എവിടെയാണ് ഇരുന്നത്? നമ്മൾ കാക്കേൻ്റെ പാട്ട് പഠിച്ചില്ലേ? കാക്ക പാറി വന്നു. എവിടെ കാക്ക ഇരുന്നത്? പാറമേൽ ഇരുന്നു. അപ്പോൾ കാക്ക എവിടെയാണ് ഇരുന്നത്? പാറമേൽ. ഓക്കെ, ഒരു നഴ്സറി ഗാനം പാടുക. നിങ്ങൾ 2 3 ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായി ഇഷ്ടമുള്ളൊരു പാട്ട് പാടുക. പൂച്ചേൻ്റെ കാക്കേൻ്റെ ഒക്കെ പറ്റും. ഓക്കെ, 4 മാർക്കാണ്. സിമ്പിളല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിളല്ലേ? അപ്പം ഇതിലേറെ സിമ്പിളായിരിക്കും കേട്ടോ. ഓക്കെ.